വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 55 മുതൽ 61 വരെയുള്ള 6 വചനങ്ങൾ ഇസ്ലാം എന്ന സുന്ദരമായ ആദർശം ജീവിതത്തിലേക്ക് വന്നെത്തിയിട്ട് അത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളുടെ പരലോകത്തെ ചില പ്രയാസങ്ങളും അവർ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന ചില വാക്കുകളുമാണ് നമ്മളോട് വിശദീകരിച്ചു തരുന്നത്. വത്തബിഉ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നെത്തിയ ഏറ്റവും ഉത്തമമായതിനെ നിങ്ങൾ പിൻപറ്റുക. മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബു ബഗതതൻ വ അൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ ഓർക്കാതിരിക്കെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മരണം വന്നെത്തുന്നതിൻ്റെ മുൻപ് അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വന്നെത്തിയ ഏറ്റവും ഉത്തമമായ ഒരു വിശ്വാസത്തെ, ആദർശത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിൻപറ്റുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മരണം എന്നത് എപ്പോൾ, എവിടെ വെച്ചുകൊണ്ട്, എങ്ങനെ, എത്ര പെട്ടെന്ന് നമ്മിലേക്ക് വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആ മരണം വന്നെത്തുന്നതിൻ്റെ മുൻപ് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസത്തെ, അള്ളാഹുവിൻ്റെ ആദർശത്തെ, അവൻ്റെ സംസ്കാരത്തെ, ഇതിനെയെല്ലാം ജീവിതത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. എന്തിനാണ് നിങ്ങളത് ഉൾക്കൊള്ളുന്നത്? എന്നിട്ട് റബ്ബ് നമ്മളോട് പറയുകയാണ്, എന്തിനാണ് ഉൾക്കൊള്ളുന്നത്? അത് ഉൾക്കൊള്ളേണ്ടതിൻ്റെ അനിവാര്യം എന്താണ്? അൻ തഖൂല നഫ്സുൻ, ഒരു മനുഷ്യൻ പറയാതിരിക്കാൻ വേണ്ടിയാണ്. യാ ഹസ്രത അലാ മാ ഫറത്തു ഫി ജംബില്ലാ, എൻ്റെ നാശമേ, അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് നിങ്ങൾ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് പറയാതിരിക്കാൻ വേണ്ടിയാണ്. വൈൻ കുൻതു ലമിന സാഹിരീൻ, ഞാൻ ഈ വിശ്വാസത്തെയും സംസ്കാരത്തെയും ആദർശത്തെയും ഇസ്ലാമിനെയും ഏറ്റവും നല്ല ഒരു വഴിയെയും കളിയാക്കിയ ആളായിരുന്നുവല്ലോ എന്ന് നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പറയാതിരിക്കാൻ വേണ്ടിയാണ്. അതാണ് റബ്ബ് പറയുന്നത്. അവിടെ വെച്ചുകൊണ്ട് ചില ആളുകൾ പറയും, അലാമ ഫറത്തു ഫി ജംബില്ലാ, അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, എൻ്റെ ഐഹികമായ വിഷയങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കി, എൻ്റെ കുടുംബത്തിന് വേണ്ട, എൻ്റെ മക്കൾക്ക് വേണ്ട, എൻ്റെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയാൽ അവിടെ രക്ഷപ്പെടേണ്ട ആ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ, അതിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ. ഞാൻ ചെയ്തില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അതിനെ കളിയാക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നുവല്ലോ ഞാൻ എന്ന് പരലോകത്ത് വെച്ച് നിങ്ങൾ പറയാതിരിക്കണമെങ്കിൽ ഏറ്റവും ഉത്തമമായ ഒരു മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. ഔ തഖൂല, നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്, പരലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ, അള്ളാഹു എന്നെ സന്മാർഗത്തിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകുമായിരുന്നല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഏതാണ്? കർമ്മമേതാണ്? അനുഷ്ഠാനമേതാണ്? ആദർശം എന്താണ്? അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതൊക്കെ കേട്ടതാണ്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല പല കാരണങ്ങളുടെ പേരിൽ. അങ്ങനെ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് മനുഷ്യൻ പറയും, പടച്ചവനെ, നീ എന്നെ നേർവഴിയിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുമായിരുന്നല്ലോ എന്ന് പറയും. അങ്ങനെ പരലോകത്ത് വെച്ച് പറയാതിരിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമമായ ഒരു ആദർശത്തെ നിങ്ങൾ പിൻപറ്റണം. ഔ തഖൂല, പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഹീന തറൽ അദാബ, ശിക്ഷയെ നിങ്ങൾ നേർക്ക് നേരെ കാണുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. ലൗ അന്നലി കറത്തൻ, പടച്ചവനെ, നീ എനിക്ക് മടങ്ങിപ്പോകാൻ ഒരു അവസരം നൽകുമോ? ഫഅകൂന മിനൽ മുഹ്സിനീൻ,
അങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയാൽ ഞാൻ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം എന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട്, ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട്, കർമ്മങ്ങൾ ചെയ്യേണ്ട ഈ ലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഉത്തമമായതിനെ നിങ്ങൾ പിൻപറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുകയാണ്, ബലാ ഖദ് ജാഅത്ക ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നെത്തിയപ്പോൾ ഫകദ്ദബ്ത ബിഹാ, നിങ്ങൾ അതിനെ കളവാക്കി. വസ്തക്ബർത, നിങ്ങൾ അഹങ്കാരം നടിച്ചു. വകുൻത മിനൽ കാഫിരീൻ, നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ മറുപടി അതാണ്. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ, എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അതിനെ കളവാക്കി. നിങ്ങളാണ് വലിയ ആളുകൾ എന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. വയൗമൽ ഖിയാമത്തി, നാളെ പരലോകത്ത്, തറല്ലദീന കദബു അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദാ, അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവരുടെ മുഖങ്ങൾ കറുത്തിരണ്ടതായി കൊണ്ട് നാളെ നിങ്ങൾക്ക് പരലോകത്ത് കാണാം. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അഹങ്കാരികൾക്കുള്ള വാസസ്ഥലം നാളെ പരലോകത്ത് നരകമാണ്. അവസാനത്തെ ഈ വിഷയത്തിലെ ആയത്ത് അള്ളാഹു പറയുന്നത് വയുനജ്ജി അല്ലാഹുല്ലദീന തഖൗ, എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, ഏറ്റവും ഉത്തമമായ വചനങ്ങളെ പിൻപറ്റിക്കൊണ്ട്, നല്ല മനുഷ്യരായി, നല്ല വിശ്വാസം സ്വീകരിച്ച്, നല്ല കർമ്മങ്ങൾ ചെയ്ത്, സൂക്ഷ്മത പാലിച്ച് ജീവിച്ച ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും. ബിമഫാസത്തിഹിം, സുരക്ഷിതമായ സ്വർഗത്തിലേക്ക് അവരെ അള്ളാഹു പ്രവേശിപ്പിക്കും. സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു അവരെ മാറ്റും. ലാ യമസ്സഹുമുസ്സൂഉ വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഒരു ശിക്ഷയും സ്പർശിക്കുകയില്ല. അവരെ ഒരു നരകവും സ്പർശിക്കുകയില്ല, ഒരു ശിക്ഷയും സ്പർശിക്കുകയില്ല. അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. സൂറത്തു സുമറിലെ 6 വചനങ്ങൾ നാളെ പരലോകത്ത് ചില മനുഷ്യരുടെ വിലാപങ്ങളാണ്. ഏറ്റവും നല്ല ഒരു വിശ്വാസവും ആദർശവും സംസ്കാരവുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ ആദർശത്തെയും വിശ്വാസത്തെയും സംസ്കാരത്തെയും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് വിലപിക്കേണ്ടി വരുമെന്ന് അള്ളാഹു ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ പരലോകത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ബോധവും ചിന്തയും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും, ഇതെന്റെ റബ്ബിന്റെ നിയമമാണ്, ഇതെന്റെ റബ്ബ് പഠിപ്പിച്ചതാണ്, യഥാർത്ഥ ആദർശവും വിശ്വാസവും ഇതാണ്, ഞാൻ നിർവഹിക്കേണ്ട കർമ്മങ്ങളാണിത്, ഈ ബോധ്യം വിശ്വാസികൾ എന്ന നിലക്ക് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നരകം സ്പർശിക്കാതെ, ഒരു ശിക്ഷയും ഏൽക്കാതെ, സുരക്ഷിതമായ സുന്ദരമായ പരലോകത്ത് വളരെ സുരക്ഷിതമായി വിശ്വാസികൾക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.